അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇതിനിടയിൽ ഓർത്തത്, ഞങ്ങളുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കുക. ഒരു കല്യാണം നടക്കുമ്പോൾ ഇങ്ങനെ പലരും വരുന്നുണ്ട്, പെണ്ണിൻ്റെ അച്ഛൻ അവരൊക്കെ ഇങ്ങനെ കല്യാണമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ചേലക്കര എന്ന് പറയുന്ന ഷൊർണൂർ ഭാഗത്തുള്ള സ്ഥലത്തുനിന്ന് ഒരു അമ്മായിയും കുടുംബവും കൂടെ വരാനുണ്ട്. അവരൊരു ട്രാവലറാണ്, ഒരു 20 പേർക്കുള്ള 20 പേരാ ട്രാവലറിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ രാവിലെ അനുഗ്രഹം മേടിക്കൽ ചടങ്ങൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട്, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നാ ആ ചേലക്കരയിൽ നിന്ന് വരുന്ന ട്രാവലർ മറഞ്ഞു, അതിലുള്ള 20 പേരും അവിടെ ആശുപത്രിയിലൊക്കെ ആയി, അവർക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആളപായം വല്ലതും ഉണ്ടോ? ആളപായമൊന്നുമില്ല, പക്ഷെ സാരമായ പരുക്കുണ്ട്, അവർക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല. അങ്ങനെയപ്പോൾ പുള്ളി ഇങ്ങനെ ഫോൺ എടുത്ത് ഭയങ്കര ടെൻഷനായിട്ട് ഡയൽ ചെയ്തിട്ട്, ഹലോ മാറ്റനെ, 20 പേർക്കുള്ള അരി കുറച്ചിട്ടാൽ മതി കേട്ടോ. പുള്ളി നേരെ പാചകക്കാരനെ വിളിച്ച് അപ്പോഴാണ് അത് കട്ട് ചെയ്ത്. ഞാനോർത്ത് ദുഃഖിച്ച് നിൽക്കുവാണ്. അത് നല്ലതായിരുന്നു. അതുപോലെ ഈ ഉറക്കം വെളുപ്പിന് അമ്പലത്തില് തിരുമേനി കയറി നട അടച്ചിട്ട് അകത്തിരുന്ന് ഉറങ്ങിപ്പോയിന്നേ. വീടിനടുത്തൊരു അമ്പലത്തില് പുറത്ത് തൊഴാൻ നിൽക്കുന്നവന്റെ നട തുറന്നിട്ടല്ലേ എവിടെയും പോകാൻ പറ്റുള്ളൂ. ഇവരൊക്കെ തൊഴുത് നിൽക്കുന്നവർ 20 മിനിറ്റായി 30 മിനിറ്റായി. ഇത് ഹോട്ടൽ മുറി കയറി വിളിക്കുന്നവരെ തുറന്ന് വിളിക്കാൻ പറ്റുമോ? അതുമില്ല, തിരുമേനി ഉറങ്ങിപ്പോയി അകത്തിരുന്നിട്ട്, ഒരു രക്ഷയില്ല. എന്നിട്ട് അവസാനം കതിനെ പൊട്ടിച്ച അമ്പലത്തിന്റെ ചുറ്റും പൊട്ടിച്ചിട്ട് പുള്ളി തുറന്നു വന്നിട്ട് നുണ പറയാ, ഞാൻ ചില സ്പെഷ്യൽ പരിപാടികൾ പൂജകളൊക്കെ ചെയ്യാറുണ്ട്.